ഗുഡ് ഈവനിങ്. വെൽക്കം ടു പാറൂസ് കൊമേഴ്സ് അക്കാഡമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യോളജിയിലെ ക്വസ്റ്റ്യൻ പേപ്പർ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. 1 മാർക്ക് ആൻഡ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോഷ്യോളജി മറ്റന്നാളാണ് എക്സാം. അപ്പോൾ നമുക്ക് അധികം സമയമില്ല. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സമൂഹ ശാസ്ത്ര സങ്കല്പം എന്ന ആശയം അവതരിപ്പിച്ചത് ആര്? സി റൈറ്റ്മിൽസ്. സമൂഹ ശാസ്ത്ര സങ്കല്പം എന്ന ആശയം അവതരിപ്പിച്ചത് സി റൈറ്റ്മിൽസ്. ഒരേ പ്രായത്തിലുള്ള ഒരു സംഘം ആളുകളെ സമസംഘം എന്ന് വിളിക്കുന്നു. ഒരേ പ്രായത്തിലുള്ള ഒരു സംഘം ആളുകളെ സമസംഘം എന്ന് വിളിക്കുന്നു. ഇതൊരു പ്രാഥമിക സംഘം കൂടിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ സംഘടനാവാദ വീക്ഷണവുമായി ബന്ധപ്പെട്ടത് ആരാണ്? കാൾ മാർക്സ്. താഴെ പറയുന്നവരിൽ സംഘടനാവാദ വീക്ഷണവുമായി ബന്ധപ്പെട്ടത് ആരാണ്? കാൾ മാർക്സ്. നിർവഹണവാദ വീക്ഷണവുമായി ബന്ധപ്പെട്ടത് എമൈൽ ദുർഖീം. നിർവഹണവാദ വീക്ഷണവുമായി ബന്ധപ്പെട്ടത് എമൈൽ ദുർഖീം. ഒന്നില്ലെങ്കിൽ അതും 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. വിവാഹത്തിലൂടെയോ രക്തബന്ധത്തിലൂടെയോ വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന ബന്ധത്തെയാണ് ഡാഷ് എന്ന് പറയുന്നത്? ബന്ധുത്വം. വിവാഹത്തിലൂടെയോ രക്തബന്ധത്തിലൂടെയോ വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന ബന്ധത്തെയാണ് ബന്ധുത്വം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? ജി എസ് ഖുര്യേ. ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? ജി എസ് ഖുര്യേ. 1951 ഇത് സ്ഥാപിച്ചത്. സമൂഹത്തിലെ ഗ്രൂപ്പുകൾക്കിടയിലുള്ള ഘടനാപരമായ അസമത്വമാണ് സാമൂഹ്യ ശ്രേണീകരണം. സമൂഹത്തിലെ ഗ്രൂപ്പുകൾക്കിടയിലുള്ള ഘടനാപരമായ സമത്വമാണ് സാമൂഹ്യ ശ്രേണീകരണം. എന്താണ് സാമൂഹ്യ ശ്രേണീകരണം? അടുത്ത ക്വസ്റ്റ്യൻ, ഗവേഷണത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഒന്നിലധികം രീതികൾ ഉപയോഗിക്കുന്നതിനെ ത്രികോണ മാപനം എന്ന് അറിയപ്പെടുന്നു. ഗവേഷണത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഒന്നിലധികം രീതികൾ ഉപയോഗിക്കുന്നതിനെ ത്രികോണ മാപനം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഒന്നിലധികം രീതികൾ ഉപയോഗിക്കുന്നതിനെ ത്രികോണ മാപനം എന്നറിയപ്പെടുന്നു. വംശീയ കേന്ദ്രോന്മുഖതയ്ക്ക് വിപരീതമാണ് സാർവജനീനത. വംശീയ കേന്ദ്രോന്മുഖതയ്ക്ക് വിപരീതമാണ് സാർവജനീനത. എന്താ വംശീയ കേന്ദ്രോന്മുഖത? നമ്മളുടെ മാത്രം വംശത്തിന് അല്ലെങ്കിൽ നമ്മളുടെ മാത്രം ഇത് നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒന്നാണ്. നമ്മുടെ മാത്രം സംസ്കാരം നല്ലതാണെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ അതിന് വിപരീതമാണ് സാർവജനീനത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭൗതിക സംസ്കാരത്തെ അപേക്ഷിച്ച് ഭൗതികേതര സംസ്കാരം പിന്നോക്കം പോകുന്ന അവസ്ഥയാണ് സാംസ്കാരിക ചലനമാധ്യം. ഭൗതിക സംസ്കാരത്തെ അപേക്ഷിച്ച് ഭൗതികേതര സംസ്കാരം പിന്നോക്കം പോകുന്ന അവസ്ഥ സാംസ്കാരിക ചലനമാധ്യം. ഭൗതിക സംസ്കാരത്തെ അപേക്ഷിച്ച് ഭൗതികേതര സംസ്കാരം പിന്നോക്കം പോകുന്ന അവസ്ഥ സാംസ്കാരിക ചലനമാധ്യം. ചാർട്ട് പൂർത്തിയാക്കുക. സഹകരണത്തിന്റെ തരങ്ങൾ. സ്വമേധയാ സഹകരണമുണ്ട്, നിർബന്ധിത സഹകരണമുണ്ട്. രണ്ട് തരങ്ങളാണ് സ്വമേധയാ സഹകരണം, നിർബന്ധിത സഹകരണം. 2 മാർക്കിൽ ഉത്തരം എഴുതുക. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ ചോദ്യം സാമൂഹ്യ സംഘത്തിന്റെ സവിശേഷതകൾ എഴുതാനാണ്. പിന്നെ ഉള്ളത് അന്യവൽക്കരണമാണ്. പിന്നെ സമൂഹശാസ്ത്ര ഗവേഷണത്തിൽ സ്വയം പ്രതിപദനത്തിന്റെ 2 പ്രാധാന്യം. പിന്നെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ പരിസ്ഥിതി ദുരന്തങ്ങൾക്ക് ഉദാഹരണം. പിന്നെ ചാർട്ട് പൂർത്തീകരിക്കുക. നൈതികം തന്നിട്ടുണ്ട്, ബാക്കി 2 ഏതൊക്കെയാണ് നമ്മൾ പൂർത്തീകരിക്കുക. ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. അപ്പോൾ നമ്മുടെ 11ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു സാമൂഹ്യ സംഘത്തിന്റെ 2 സവിശേഷതകൾ എഴുതുക. അപ്പോൾ എന്താണ് സാമൂഹ്യ സംഘം? പരസ്പരം സാമൂഹ്യ ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു കൂട്ടം വ്യക്തികളെ ഗ്രൂപ്പ് അഥവാ സംഘം എന്ന് പറയുന്നു. അപ്പോൾ പരസ്പരം സാമൂഹ്യ ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു കൂട്ടം വ്യക്തികളെ ഗ്രൂപ്പ് അഥവാ സംഘം എന്ന് പറയുന്നു. ഒരു സാമൂഹ്യ സംഘത്തിന് എന്തൊക്കെ സവിശേഷതകളാണ് ഉണ്ടായിരിക്കേണ്ടത്? നിരന്തരമായ പരസ്പര ബന്ധം നിലനിർത്തണം. ഈ പാരസ്പര്യത്തിന്റെ ഒരു സുസ്ഥിര മാതൃകയായിരിക്കണം. ഒരു സംഘബോധം ഉണ്ടായിരിക്കണം. പൊതു താല്പര്യം ഉണ്ടായിരിക്കണം. പൊതുവായ വഴക്കങ്ങളുടെയും മൂല്യങ്ങളുടെയും സ്വീകാര്യത. എല്ലാവർക്കും ഒരുപോലെ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കാൻ പറ്റണം. നിശ്ചിതമായൊരു ഘടന വേണം. അപ്പം എന്തൊക്കെയാണ്? നിരന്തരമായ പാരസ്പര്യം, ഈ പാരസ്പര്യത്തിന്റെ ഒരു സുസ്ഥിര മാതൃക, സംഘബോധം,
പൊതു താല്പര്യം, പൊതുവായ വഴക്കങ്ങളുടെയും മൂല്യങ്ങളുടെയും സ്വീകാര്യത, നിശ്ചിതമായൊരു ഘടന. അടുത്തത് അന്യവൽക്കരണം എന്നാൽ എന്ത്? ഇപ്പോൾ മാക്സ് ആണ് ഇതിനെക്കുറിച്ച്, കാർൽ മാക്സ് ആണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. മാക്സിനെ സംബന്ധിച്ചിടത്തോളം സംഘർഷഭരിതമായ സമൂഹത്തിൽ സഹകരണം സ്വയമേ ഉണ്ടാവില്ല. അപ്പോൾ മാക്സ് പറയുന്നത് എന്താണ്? സംഘർഷഭരിതമായ സമൂഹത്തിൽ സഹകരണം സ്വയമേ ഉണ്ടാവുന്നതല്ല. തൊഴിലാളികൾക്ക് സ്വന്തം തൊഴിലിന്മേൽ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ അവരുടെ അധ്വാനത്തിന്റെ ഫലത്തിന്മേലുള്ള നിയന്ത്രണവും അവർക്ക് നഷ്ടപ്പെടുമെന്നാണ് മാർക്സ് വിശ്വസിച്ചിരുന്നത്. അപ്പോൾ തൊഴിലിൽ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ അധ്വാനത്തിന്റെ ഫലത്തിന്മേലും നിയന്ത്രണം നഷ്ടപ്പെടുമെന്നാണ് മാർക്സ് വിശ്വസിച്ചിരുന്നത്. ഇങ്ങനെ സ്വജീവിതത്തിന്മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്ന അവസ്ഥയെ മാർക്സ് അന്യവൽക്കരണം എന്ന് വിളിച്ചു. അപ്പൊ ഇങ്ങനെ സ്വന്തം ജീവിതത്തിന്റെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്ന ഈ അവസ്ഥയെ മാർക്സ് അന്യവൽക്കരണം എന്ന് വിളിച്ചു. അപ്പൊ അന്യവൽക്കരണം എന്താണ്? മാർക്സ് ആണത് കൊണ്ടുവന്നത്. അദ്ദേഹം പറഞ്ഞത് സംഘർഷഭരിതമായ സമൂഹത്തിൽ സഹകരണം സ്വയമേ ഉണ്ടാവുന്നതല്ല. തൊഴിലാളികൾക്ക് സ്വന്തം തൊഴിലിൽ നിന്ന് അവരുടെ അധ്വാനത്തിൽ നിന്ന് ഉണ്ടായ ഫലത്തിന്മേലുമുള്ള നിയന്ത്രണം, തൊഴിലിന്മേലും അതുമായി ഉണ്ടായ ഫലത്തിന്മേലുമുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്ന അവസ്ഥയെ മാർക്സ് വിളിച്ച പേരാണ് അന്യവൽക്കരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സമൂഹ ശാസ്ത്ര ഗവേഷണത്തിൽ സ്വയം പ്രതിപദനത്തിന്റെ 2 പ്രാധാന്യം. അപ്പോൾ സമൂഹശാസ്ത്ര ഗവേഷണത്തിൽ സ്വയം പ്രതിപദനത്തിന്റെ 2 പ്രാധാന്യം. സമൂഹശാസ്ത്രജ്ഞൻ ബോധപൂർവം മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് ഗവേഷണത്തെയും തന്നെയും നോക്കിക്കാണുന്നതിലൂടെ സ്വയം പ്രതിപദനം നടത്തുന്നു. അപ്പൊ സ്വയം പ്രതിപദനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നിന്നും തന്നെ നമ്മളിലേക്കും സ്വയം നോക്കിക്കാണുന്നതിനെയാണ് നമ്മൾ പ്രതിപദനം എന്ന് പറയുന്നത്. അപ്പൊ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് ഗവേഷണത്തെയും തന്നെയും നോക്കിക്കാണുന്നതിലൂടെ സ്വയം പ്രതിപദനം നടത്തുന്നു. അപ്പോൾ ഇതുപോലെ സ്വയം പ്രതിപദനം നടത്തുമ്പോൾ എന്താ ഗുണം വരുന്നത്? സമൂഹശാസ്ത്രജ്ഞൻ സ്വന്തം മനോഭാവങ്ങളും അഭിപ്രായങ്ങളും ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. അപ്പോൾ സ്വന്തം നമ്മളെ തന്നെ നോക്കിക്കാണുമ്പോൾ, അതായത് മറ്റുള്ളവരെ കാഴ്ചപ്പാടിൽ നിന്ന് ഗവേഷണത്തെയും പിന്നെ നമ്മളെ തന്നെയും നോക്കിക്കാണുമ്പോൾ ഇതിലൂടെ സമൂഹശാസ്ത്രജ്ഞൻ സ്വന്തം മനോഭാവങ്ങളും അഭിപ്രായങ്ങളും ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. ഒപ്പം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ, പ്രത്യേകിച്ച് ഗവേഷണ വിധേയമാക്കുന്നവരുടെ അഭിപ്രായങ്ങളെ ബോധപൂർവം സ്വീകരിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്വന്തം മനോഭാവങ്ങളും അഭിപ്രായങ്ങളും ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കാൻ കാരണമാകുന്നു. അപ്പൊ അതൊരു പ്രാധാന്യമാണ്. ദെൻ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ബോധപൂർവം സ്വീകരിക്കുകയും ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 14ാമത്തെ ക്വസ്റ്റ്യൻ. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ പാരിസ്ഥിതിക ദുരന്തങ്ങൾക്ക് 2 ഉദാഹരണങ്ങൾ എഴുതാനാണ്. അപ്പൊ പ്രകൃതിദത്തം നമുക്കറിയാം, ഭൂമികുലുക്കവും വെള്ളപ്പൊക്കവും ഒക്കെ പ്രകൃതിദത്തമാണ്. എന്താണ്? ഭൂമികുലുക്കവും വെള്ളപ്പൊക്കവും ഒക്കെ പ്രകൃതിദത്ത ദുരന്തങ്ങളാണ്. മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങളാണ് എൻഡോസൾഫാൻ ദുരന്തവും ഭോപ്പാൽ ദുരന്തവും. മനുഷ്യനിർമ്മിതമായ ദുരന്തത്തിന്, പാരിസ്ഥിതിക ദുരന്തത്തിന് ഉദാഹരണമാണ് എൻഡോസൾഫാൻ ദുരന്തവും ഭോപ്പാൽ ദുരന്തവും. അടുത്തത് സംസ്കാരത്തിന്റെ മാനങ്ങൾ. സംസ്കാരത്തിന്റെ മാനങ്ങൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ജ്ഞാനാത്മകം, നൈതികം, ഭൗതികം. ജ്ഞാനാത്മകം, നൈതികം, ഭൗതികം. ഇത് ഓരോന്നും 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഇവിടെ പേരുകൾ മാത്രമാണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ 2 മാർക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളൂ. നൈതികം തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തെഴുതണം? ജ്ഞാനാത്മകവും ഭൗതികവുമാണ് നമ്മൾ 2 മാർക്സ് ക്വസ്റ്റ്യൻ ആവുമ്പോൾ ഡാഷ് ഇട്ട് തന്നേക്കുന്നതാണ്. അത് രണ്ടുമാണ് എഴുതേണ്ടത്. അപ്പൊ നമുക്കത് എന്താണെന്ന് കൂടി ഒന്ന് നോക്കാം. ജ്ഞാനാത്മകം. നാം കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് ഒരു അവബോധം സൃഷ്ടിച്ചുകൊണ്ട് അവയ്ക്ക് അർത്ഥമേകുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു അവബോധം നമ്മുടെ ഉള്ളിൽ തന്നെ സൃഷ്ടിക്കുകയും അതിന് അർത്ഥമേകുകയും ചെയ്യുന്നതാണ് ജ്ഞാനാത്മകം. ഇപ്പോൾ നമ്മുടെ ഫോൺ, ഇവിടെ എക്സാമ്പിൾ കൊടുത്തേക്കണം. ഇപ്പൊ നമ്മുടെ ഫോൺ ബെല്ലടിക്കുമ്പോൾ ഇത് എന്റെ റിംഗ് ടോൺ ആണെന്ന് നമുക്ക് ഉണ്ടാവുന്ന ആ തിരിച്ചറിവ്. ദെൻ നൈതികം. പെരുമാറ്റ നിയമങ്ങളെ സൂചിപ്പിക്കുന്നതാണ് നൈതികം. അതായത് നമ്മൾ ചില പെരുമാറ്റങ്ങളുണ്ടല്ലോ, മറ്റുള്ളവർ പറയുന്നത് ഒളിഞ്ഞു കേൾക്കാതിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കത്തുകൾ തുറക്കാതിരിക്കുക, ഒരു മരിച്ച വീട്ടിൽ ചെന്ന് ഇങ്ങനെ പെരുമാറണം, അങ്ങനെയുള്ളതൊക്കെയാണ് നൈതികം. ദെൻ ഭൗതികം. ഭൗതിക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഏതൊരു പ്രവർത്തനവും ഇതിൽപ്പെടുന്നു. ഉപകരണങ്ങളും യന്ത്രങ്ങളും ഇന്റർനെറ്റ് ചാറ്റിങ്ങും ഒക്കെ ഇതിനകത്ത് പെടുന്ന ഒന്നാണ്.